ഹായ് മേറ്റ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്നുള്ളത് ഹണ്ടർ വാലിയിലാണ്. ഹണ്ടർ വാലിയിൽ ഗാർഡൻ്റെ ഉള്ളിലാണ് ഇന്നുള്ളത്. അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഹണ്ടർ വാലിയിൽ ഗാർഡനോട് അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ശരിക്കും ഹണ്ടർ വാലി ഗാർഡനായിട്ട് വേണ്ടിയിട്ട് വിസിറ്റ് ചെയ്യുന്നതിനോട് ഒരു വേർത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഇവിടെ ഏറ്റവും കൂടുതലുള്ള കുറേ വിന്യാർഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വൈൻ ടേസ്റ്റിങ്ങിനുള്ള എന്തെങ്കിലും കുറേ ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ വിസ്കി അങ്ങനെയുള്ള ബ്രാൻഡി അങ്ങനെയുള്ള മീൻസ് ആൽക്കഹോളിക് ടേസ്റ്റ് നടത്തുന്ന പല സ്ഥലങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ അത് വേണ്ടവർക്ക് അവിടെയും പോകാം. അതോടൊപ്പം തന്നെ കുറേ പെറ്റ്സൊക്കെയുള്ള മൃഗങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ അവിടെ വേണ്ടവർക്ക് അവിടെയും പോകാം. അതല്ലേ കുറേ ഫ്രൂട്ട് പ്ലക്കിംഗ് സ്ഥലങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയുള്ളൊരു പാക്കേജ് പോലെ നിങ്ങൾ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ആക്കിയിട്ട് വരുവാണെങ്കിൽ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് ഹണ്ടർ വാലി. സിഡ്നിയിൽ നിന്നുള്ള ഏറ്റവും നല്ല ഞാൻ ഇത്രയും ഡ്രൈവ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൂട്ടും കൂടിയാണ് സിഡ്നിയിൽ നിന്ന് ഹണ്ടർ വാലിയിലേക്ക് വരുന്ന റൂട്ട്. അടിപൊളി റൂട്ടാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. ഇതിന് നിയറസ്റ്റ് ഒരു ടൗണും ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പെട്രോൾ ഫില്ലൊക്കെ ചെയ്യണമെങ്കിലും അവിടെയും അതിനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഗാർഡൻ വിസിറ്റ് കണ്ടിട്ട് വരാം. കമോണേ. അപ്പം ഇതാണ് എൻട്രി. അപ്പം നമ്മളിനി ടിക്കറ്റ് ഓൺലൈൻ എടുക്കുന്നവർക്ക് ഓൺലൈൻ എടുത്തിട്ട് വരാം. നമ്മൾ ഓൺലൈൻ എടുത്തിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ ചെന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറിയിട്ടാണ്. കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ബിൽഡിങ്ങിലാണ് ടിക്കറ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ടിക്കറ്റിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് ആണ് ഇവിടുത്തെ സെഷൻസ്. അപ്പോൾ ഇത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്തിട്ട് വരാം. പിന്നെ ടിക്കറ്റ്സ് ഡേറ്റ് ഇതാണ് കറൻറ്റ് പ്രൈസ് ടിക്കറ്റിൻ്റെ. ടിക്കറ്റ് എടുത്ത് നേരെ കടന്നു വരുമ്പോൾ ഈ ഒരു എൻട്രി പോയിൻറ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകേണ്ടവർക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ടോയ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ. നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം. അങ്ങനെയുള്ള മെയിൻ തിങ്സ് എല്ലാം ഇവിടെ ഒരു നോട്ടീസ് ബോർഡ് പോലെയുള്ള സംഭവത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയിട്ട് ജസ്റ്റ് പ്ലാൻ ചെയ്യാം. ആദ്യം വരുമ്പോൾ കാണുന്നത് എനിക്ക് കൂടുതലും കിഡ്സിന് വേണ്ടിയിട്ടുള്ള പ്ലേസ് ആണെന്ന് തോന്നുന്നു. വി ആർ നോ റോങ് പ്ലേസ് എന്ന് തോന്നുന്നു. പക്ഷെ ഇതെല്ലാവരും വന്ന് കാണുന്നൊരു പ്ലേസാണ്. അതുകൊണ്ട് പിന്നെ സിഡ്നിയിൽ നിന്ന് ഒരു ഡ്രൈവും നല്ല അടിപൊളി റോഡാണ് വരുന്ന വഴിക്ക്. നല്ല റൂട്ടാണ്. അപ്പോൾ ഡ്രൈവ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അടിപൊളി ഒരു ഡേ ഔട്ട് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ നമുക്ക് അടുത്ത പ്ലേസിലേക്ക് നോക്കാം. ഇത് ഫുള്ള് ഇങ്ങനെ ഓരോ മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സൗണ്ട് കൊടുത്തിരിക്കുന്ന സ്ഥലം. സ്ഥലത്തേക്ക് വരുമ്പോൾ ഇതാണ് ഇങ്ങനെ ഒരു പ്ലേസാണ്. ഫ്രണ്ടിൽ കാണുന്ന ലേക്ക് നമ്മൾ എൻ്റർ ചെയ്തപ്പോൾ കിട്ടില്ലേ, ആ പ്ലേസാണത്. ഇത് പിള്ളേർക്ക് പറ്റിയ സ്ഥലമാണ്, വലിയവർക്ക് പറ്റിയ ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി ഉള്ളിലേക്ക് കയറി നോക്കട്ടെ എങ്ങനെ അവസ്ഥ എന്ന്. ഇവിടെ കൂടുതലും ഫാമിലി പിള്ളേരെ കൊണ്ട് വരുന്ന ഒരു പ്ലേസായിട്ടാണ് തോന്നുന്നത്, ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതൊരു ഗാർഡൻ കൂടിയാണ്, ജസ്റ്റ് റിലാക്സ് ചെയ്യാനുള്ള പറ്റിയൊരു സ്ഥലം. ദുബായിൽ മാത്രമല്ല ലവ് ലേക്ക് ഉള്ളത്. ഇതാ നമുക്കിവിടെയും ന്യൂ സൗത്ത് വെയിൽസിന് ലവ് ലേക്ക് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ലവ് ലേക്ക്. ഒരു ലവ് ചിഹ്നത്തിൻ്റെ ആകൃതി പോലെയൊക്കെ ഉണ്ട്. പക്ഷേ ഡ്രോൺ ഉണ്ടെങ്കിൽ കാണാൻ പറ്റും പ്രോപ്പറായിട്ട്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇവിടുത്തെ ഗാർഡനിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഗാർഡൻ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇവിടുത്തെ എൻട്രി ഫീ നമ്മൾ കൊടുത്ത് $42, $42. അതിനുള്ള വർത്ത് ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോന്നുന്നില്ല. പിന്നെ പിള്ളേർക്ക് കുറച്ച് കൺസെഷൻ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ കുറേ ഫോട്ടോ സ്പോട്ടുകളുണ്ട്. ഇപ്പോൾ ഫോട്ടോയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഹണ്ടർ വാലി വരാം. പക്ഷേ ശരിക്കും ഹണ്ടർ വാലി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗാർഡൻ മാത്രമല്ല, ഇവിടെ കുറേ വൈൻ ടേസ്റ്റിങ്, വിസ്കി ടേസ്റ്റിങ് അങ്ങനെയുള്ള കുറേ പ്ലേസുകളുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ അങ്ങോട്ട് വന്ന് വിസിറ്റ് ചെയ്യാം. വരുമ്പോൾ നമുക്ക് ഇവിടെ ബാംബുവിൻ്റെ ഒരു കുറച്ച് ട്രീസ് കാണാം. അതിങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ നല്ല അടിപൊളി തണുപ്പ് പോട്ടെ. ബാംബുവിൻ്റെ അടുത്ത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ വീണ്ടും നടന്ന് പോവുകയാണ്. ഇതിങ്ങനെ വിശാലമായി കിടക്കുന്ന ഒരു പാർക്കാണ് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ബാംഗ്ലൂരിലെ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ലേ. പക്ഷേ ഇതിൻ്റെ 3 ഇരട്ടി വലിപ്പമുണ്ടത്. അത് വേറെ കാര്യം. ഇത് അത്ര വലിയ ഗാർഡനൊന്നുമല്ല. പക്ഷെ എന്നാലും ചുമ്മാ ഇങ്ങനെ വോക്കെല്ലാം ചെയ്യാൻ പറ്റിയൊരു ഗാർഡനാണ്. പക്ഷേ വെൽ ക്ലീൻ ആൻഡ് നീറ്റാക്കി ഇട്ടിട്ടുണ്ട് അവർ. പക്ഷെ നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇവർ. അതാണ് ഏറ്റവും നല്ലൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞതിൻ്റെ.
ഇങ്ങനെ നടക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം. ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ നത്തിങ് ഫാൻസി ഇയർ. ഈച്ചയെ കാണാത്തവർ ഈച്ചയെ കണ്ടോ? വലിയ ഈച്ച, ഇത്രയും വലിയ ജയൻ്റ് ഈച്ച നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതാണ് ഇവിടുത്തെ ഈച്ച. ഇതാണ് ഇവിടുത്തെ ബി, നമ്മുടെ തേനീച്ച. തേനീച്ചയെ കാണാത്തവർ തേനീച്ച കാണാം. ഇത് ശരിക്കും ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ഇത് പിള്ളേർക്ക് പറ്റിയ സ്ഥലമാണ്. പിള്ളേരെ കൊണ്ട് വരാൻ പറ്റുന്നവർ, അവർക്കൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് വലിയതൊന്നുമായിട്ട് തോന്നുന്നില്ല. അയ്യോ, പിന്നെ ഇവിടെ വീൽ ചെയർ ഫ്രണ്ട്ലി കേട്ടോ. ഇവിടെ ആൾക്കാരെല്ലാം ഞാൻ കാണിക്കുന്നില്ല. വീൽ ചെയർ ഫ്രണ്ട്ലി മീൻസ് ഓസ്ട്രേലിയ എല്ലാവർക്കും അറിയാമല്ലോ. അതിൽ മിക്ക ഒരു 99% സ്ഥലങ്ങളും വീൽ ചെയർ ഫ്രണ്ട്ലിയാണ്. അതടുത്ത് വരുമ്പോൾ കാണുന്നുണ്ട് നമ്മുടെ സ്നേക്ക് കൂട്ടൻ അവിടെ കിടന്ന് കടിക്കാൻ നോക്കുന്നു. അതിന് തൊട്ടിപ്പുറത്ത് തന്നെ ഇതന്നെ പഴുതാരിയോ. അതിനുശേഷം അതിൻ്റെ വലിയ പഴുതാര, ഒരു പാമ്പ്. ഇങ്ങനെ ഇനി നമ്മൾ നടത്തം തുടരുന്നു. അപ്പോഴാണ് ഇവിടെ ഒരു ഓന്തണ്ണൻ. പിന്നെ ഈ കാണുന്നതാണ് സ്പൈഡർ കേട്ടോ. പിള്ളേരെല്ലാം ഭയങ്കര എക്സൈറ്റ്മെൻറ്റില്ല. പിന്നെ നമ്മളിങ്ങോട്ട് വീണ്ടും ഇതെവിടെ കാണുന്നത്, വീണ്ടും ഒരു സ്നേക്ക്. പിന്നെ ഇത് വലിയൊരു സ്പൈഡർ കേട്ടോ. ചിലന്തി നെയ്യുന്ന സ്പൈഡർ. ചിലന്തി വല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സ്പൈഡർ. ഏറ്റവും വലിയ ഡൈനോസസ്. ആഹാ. വീണ്ടും നമ്മൾ നടത്തും തുടരുന്ന ഫ്രണ്ടിലേക്ക്. ഇനി ഹണ്ടർ വാലി കാണിച്ചില്ല എന്നാണ് പരാതി വേണ്ട. ഇതാ അടുത്തത്. നമ്മൾ കാണുന്നതെല്ലാം നിങ്ങളെയും കാണിച്ചു തരുന്നതായിരിക്കും. പിള്ളേരെല്ലാം ഭയങ്കര എൻജോയ് ചെയ്ത് കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും വരുന്നു. പിന്നെയാണ് ഇതാണ് ഇവിടുത്തെ ഡിനോസേഴ്സും. പിന്നെ ഇവിടെ കുറേ ഇങ്ങനെയുള്ള ചെറിയ അമ്യൂസ്മെൻറ്റ് പാർക്കില്ലേ, അതുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. അതെല്ലാം എക്സ്ട്രാ ടിക്കറ്റാണ്. അതിന് നമ്മളിവിടെ വന്നിട്ട് എക്സ്ട്രാ ടിക്കറ്റ് എടുത്തിട്ട് വരിക. പിന്നെ അങ്ങ് അവിടെ കാണുന്നില്ല, അവിടെ കുറച്ച് ഫുഡ് ഐറ്റംസ് എല്ലാം കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഫുഡ് ട്രക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരെ റൈറ്റ് എടുത്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ജയൻ്റ് വീലുണ്ട്. ഇത് ആൾക്കാരെ കയറ്റിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇത് അത്യാവശ്യം വലുതാട്ടോ. ഇതിനും ടിക്കറ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലുതാണ്. അപ്പം ഇതിൽ കയറാൻ താല്പര്യമുള്ളവർക്ക് ഇതിൽ കയറാം. ഇതിലും കറങ്ങുന്ന ചായ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ കാണിച്ചു തരാം. ഇതാ കറങ്ങുന്ന ചായ. ഹണ്ടർ വാലിയിൽ കറങ്ങുന്ന ചായ. ഇത് കഴിഞ്ഞാൽ ഇവിടെ നേരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഹണ്ടർ വാലിയിലെ ഓടുന്ന കുതിര. അതിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. അത് സ്റ്റാർട്ടായിട്ടില്ല, ആൾക്കാരെ കയറ്റിക്കൊണ്ടിരിക്കുന്നു. കുതിര ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് പിള്ളേർക്ക് പറ്റും. സ്പീഡൊന്നുമില്ല, ഭയങ്കര സ്ലോ ആയിട്ട് തന്നെയല്ല ഇവിടുത്തെ റൈഡുകൾ മിക്കതും തന്നെ അങ്ങനെയാണ്. അതേ സ്പീഡൊന്നും കാണുന്നില്ല. മേ ബി സേഫ്റ്റി കൺസേൺ. ഇരിക്കാൻ ഒരു ഗാർഡൻ ഉണ്ട്, അത് കണ്ടിട്ടുണ്ടോ? ഇനി അതിലേക്ക് നമ്മൾ പോകുന്നത് സ്റ്റോറി ബുക്ക് ഗാർഡൻ. അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം ഇവിടെ എന്താ ഉള്ളത്. ബുക്കൊന്നും കാണുന്നില്ല, ഫുള്ളും മരങ്ങളാണല്ലോ. ഉദ്ദേശിച്ചല്ല കേട്ടോ. ഇത് ഇവിടെയുള്ള എന്തോ നമ്മുടെ പണ്ടത്തെ ബാലരമയിലൊക്കെ നമ്മൾ വായിച്ചുള്ള ഇവിടെ എന്തോ ബുക്കും കാര്യങ്ങളും അതിൻ്റെ കഥാപാത്രങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇത് കാണുക. ജോർജി പോർജി, ഒരു കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജോർജി പോർജി. ഇതിങ്ങനെ സ്റ്റോറി ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിതിനെപ്പറ്റി വലിയ നോളജൊന്നുമില്ല. മേ ബി പിള്ളേർക്ക് ഇതിനെക്കാട്ടും നമ്മളെക്കാട്ടും ബെറ്ററായിട്ട് കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. ഞാൻ സ്റ്റോറി ബുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നേരെ വരുന്നു, ഇവിടെ വരുന്നു. ഈ ബാബ ബ്ലാക്ക് ഷീപ്പ്. ഇതിങ്ങനെ കുറേ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കോട്ടെ. അത് വായിച്ചയച്ച് പോകണം ഫുള്ള്. അപ്പം വേണ്ടവർക്ക് ഇത് ട്രൈ ചെയ്യാം, ഇല്ലാത്തവർക്ക് സ്കിപ്പ് അടിക്കാം. ആ കാര്യം സാറിൻ്റെ ചീട്ടുകളി.
ചീട്ടുകളിൻ്റെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ സ്റ്റോറി വേണ്ടവർക്ക് ഇവിടെയുണ്ട്. ഒരു ചെറിയൊരു ഗാർഡൻ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഓ, ഇത് നല്ലുണ്ട്. വാവ്, ബ്യൂട്ടിഫുൾ. നന്നായിട്ട് നല്ല രസമുണ്ട്. നമ്മുടെ ഗാർഡനില്ലേ, അതിൻ്റെ ഒരു ടോപ്പ് വ്യൂ പോയിൻ്റ് ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ പൊളിയായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. നല്ലുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ താഴെ നിന്ന് കണ്ടത് അതിൻ്റെ വ്യൂ ആണിത്. ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഇവിടെ അടിപൊളി ഒരു ഗാർഡൻ ഉണ്ട്. ദിസ് ഈസ് കോൾഡ് റോസ് ഗാർഡൻ. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. എന്നാൽ സ്മെല്ലാന്ന് അറിയും. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഈ ഏരിയ കൂടെ പോകുമ്പോൾ തന്നെ നല്ല റോസപ്പൂവിന് നല്ല അടിപൊളി സ്മെല്ലോ. പക്ഷെ നല്ല വെറൈറ്റീസ് സാധനങ്ങളുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാനുള്ള കുറേ സ്പോട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഗാർഡനില്ലേ കുറേ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി കുറേ സ്പോട്ടുകളുണ്ട് കേട്ടോ. ഇവിടെ നമ്മളിവിടെ നിന്ന് കുറേ ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലിടാം. ഇതാണ് റോസ് ഗാർഡൻ. ബൊട്ടാണിസ്റ്റുകൾക്ക് ഇതിൻ്റെ എല്ലാം പേരുകൾ അറിയായിരിക്കും. എനിക്കിൻ്റെ പേരൊന്നും അറിയില്ല. ഓരോ വെറൈറ്റി റോസുകളുണ്ട് ഇവിടെ. പണ്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഉണ്ടായിരുന്ന പണ്ടത്തെ വീടിൻ്റെ സൈഡിൽ കൂടെ എല്ലാം വിടുന്ന ഇങ്ങനെ കയറ്റി വിടുന്നില്ലേ ഒരു തരം റോസ്, അത് വരെ വീട്ടിലുണ്ട്. ഈ റോസൊക്കെ പണ്ട് വീട്ടിലുണ്ടായിരുന്നു. റോസ് ഗാർഡനിലേക്ക് സ്വാഗതം. റോസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ നേരത്തെ വീടിൻ്റെ സൈഡിലെല്ലാം തൂക്കിയിടുമെന്ന് പറഞ്ഞില്ലായിരുന്നു. ഈ റോസിൻ്റെ കാര്യം പറഞ്ഞ ഇതുണ്ട്. ഇവിടുത്തെ മണം ഒരു രക്ഷയില്ല കേട്ടോ. പല വെറൈറ്റി റോസും അതിനനുസരിച്ചുള്ള സ്മെല്ല് ഒരു രക്ഷയില്ലാത്ത സ്മെല്ല്. ശരിക്കും പറഞ്ഞാൽ സ്പ്രേ ഒന്നും അടിക്കാതെ വന്ന് ഇവിടുന്ന് ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോഡിയിലെല്ലാം സ്മെല്ലാവും. അമ്മാജാതി സ്മെല്ല്. നമ്മുടെ നാട്ടിലെ കാക്കപ്പൂവിൻ്റെ വെറൈറ്റിയാണ് തോന്നുന്നു കേട്ടോ. ഏകദേശം അതേ കളർ ചേഞ്ച് മാത്രം വ്യത്യാസം. ഇതിൻ്റെ പല വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ. പോകുന്ന വഴിക്കുള്ള മൊത്തം ഓണത്തിന് ഇവിടെ വന്ന് പൂ പറിച്ചാൽ മതി. അതുകൊണ്ട് ഇവിടെ ഒരു കുതിരയുണ്ട്, 2 കുതിരയുണ്ട്. പിള്ളേർക്ക് പോയി തൊടാനും അതിന് ഫോട്ടോയിൽ എടുക്കാൻ പറ്റുക. ഞാൻ നല്ല വൈറ്റ് അടിപൊളി. അതിൻ്റെ വാലിന് പെയിൻ്റ് അടിച്ചതാണ്. നല്ല ക്യൂട്ട്. പിന്നെ അവിടെ തൊട്ട് ബാക്കിൽ തന്നെയാണ് ഇവിടെ ഒരു ചെറിയൊരു വാട്ടർഫോൾ പോലെ ഒരു ഉണ്ടാക്കിയിട്ടുണ്ട്. തവളനാശി ഉണ്ട് ഇവിടെ. തവളയുടെ സൗണ്ട് മീൻസ് ഇതെല്ലാ മൃഗങ്ങളുടെയും ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ അനുസരിച്ചുള്ള സൗണ്ടും ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. തുറക്കുന്ന തവള തലയാട്ടുന്ന മരം. തലയാട്ടുന്നില്ലേ? നിർത്തണോ? തലയാട്ടുന്ന മരം കണ്ടോ? കണ്ണു അടയ്ക്കും, കണ്ണ് തുറക്കും, തലയാട്ടും. തുമ്പിച്ചേട്ടൻ വാല് പൊക്കുന്നുണ്ട്, തലയാട്ടുന്നുണ്ട്. ഇത് കുറേ വേണ്ടിയിട്ട് നടന്ന് കാണാൻ. ഇങ്ങനെ ഓരോന്നങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കാണ്. നമ്മളിങ്ങനെ നടന്ന് കാണണം. അടുത്ത ഒച്ചി, പലതരത്തിലുള്ള ഒച്ചി. ഇത് വേറെ ഈച്ചയാണെന്ന് തോന്നുന്നു. കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഐറ്റംസ്. എന്താ സംഭവം എന്നറിയാമോ? എൻ്റെ പേരറിയാമോ? ഇവിടെ എല്ലാത്തിനകത്തും ഇങ്ങനൊരു ഇതുണ്ടാവും. നമുക്ക് ഇതിൻ്റെ ആൻസർ വേണമെങ്കിൽ ജസ്റ്റ് പൊക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ആൻസർ ഉണ്ടാവും. ഞാനിപ്പോഴാണ് കണ്ടുപിടിച്ച്. പിള്ളേർ കുറേ പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ഊട്ടിയിലെ ഗാർഡൻ പോലെയുണ്ട് കേട്ടോ, അടിപൊളി. ഇഷ്ടംപോലെ ഗാർഡൻ നല്ലുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നടക്കണം നന്നായിട്ട്, കുറേ ഉണ്ട് നടക്കാൻ. നല്ല രസമല്ലേ? പൊളി.
ഗാർഡനിൽ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നിയ പ്ലേസ് ഏതാണെന്നറിയോ? അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പോകുന്നത്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിപൊളി വ്യൂ ആണ്. ഫോട്ടോസും വീഡിയോസും എടുക്കാൻ നല്ല അടിപൊളി സ്ഥലമാണിത്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കൂടി ഞാൻ കാണിച്ചു തരാം. നടന്ന് ഞാൻ പറഞ്ഞില്ല, ഏറ്റവും ബ്യൂട്ടിഫുൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട് ഇതാണ്. ഇവിടെ നിന്നുള്ള ഫോട്ടോസും വീഡിയോസും ഒരു രക്ഷയില്ലാത്ത വീഡിയോസാണ്. ഇപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സൈൻ ഓഫ് ഇവിടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പറയാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഈ ലൊക്കേഷൻ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. നല്ല രസമില്ല, നല്ല ഭംഗിയുള്ള സ്ഥലം. നേരത്തെ അവിടെ നിന്ന് കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇതിൻ്റെ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഫിഷ് പോണ്ടാണ് കേട്ടോ. കുറേ ഫിഷസ് ഉണ്ട്, ഇഷ്ടംപോലെ കുറേ മീനുകളുടെ പല കളറിലുള്ള പല മീനുകൾ. ഇവിടെ പിള്ളേരെല്ലാം എന്നെ തൊടാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഹണ്ടർ വാലി ഗാർഡനിലെ മോസ്റ്റ് ഓഫ് ദി പ്ലേസ് നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് അധികം കാണാനൊന്നുമില്ല, പക്ഷേ നല്ല അടിപൊളി സ്ഥലമാണ്. കുറേ കാര്യങ്ങൾ കാണാനുണ്ട്, കുറേ നടക്കാനുണ്ട്. ഏകദേശം ഒരു 1.5 hour സ്പെൻഡ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ കൊടുക്കുന്ന പ്രൈസിനുണ്ടോ എന്ന് വെച്ചെങ്കിൽ ഓക്കെ, ഒരു ഔട്ട് ഓഫ് 5 3.5 റേറ്റിംഗ് കൊടുക്കാനുള്ളതുകൊണ്ട് പിള്ളേർക്ക് ഇതെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഹണ്ടർ വാലി ഗാർഡൻ വന്ന് വിസിറ്റ് ചെയ്യുക. അത് നല്ല അടിപൊളി സ്ഥലമാണ്. അതിൽ നല്ല റൈഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരാനുള്ളത്. അതിന് ഇനി വൈൻ ടേസ്റ്റിംഗ് ഉണ്ട് കേട്ടോ. അതും ഈ നിയർ ബൈ പ്ലേസസിൽ കുറേ വിന്യാർഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് അവിടെയും കൂടി നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. സിയ.